ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് വന്നൊരു കൊറിയർ ബോക്സ് ആണ്. 2 ബോക്സ് ഇപ്പൊ എന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. ഈ 2 ബോക്സ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് എന്താണ് എന്നുള്ളൊരു കാര്യം സസ്പെൻസ് ആണ്. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇത് കാണാം. അതുപോലെ തന്നെ ഇത് അയച്ച കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം സേഫ് ആണോ എന്ന് നോക്കിയിട്ട് ഒരു ഗുഡ് റിവ്യൂ കൂടി കൊടുക്കാം. അപ്പൊ നമുക്ക് ബോക്സ് ഓപ്പൺ ചെയ്യാം. കമോൺ. അത്യാവശ്യം നല്ലൊരു പാക്കിംഗ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് പ്രത്യേക സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ലൊരു പ്രൊഫഷണൽ പാക്കിങ്ങിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവങ്ങളെല്ലാം സേഫ് ആയിരിക്കും എന്ന് തന്നെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് എടുക്കാം. ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലേ? MRFന്റെ കിറ്റ് ബാഗ് ആണ്, ക്രിക്കറ്റ് കിറ്റ് ആണ്. നമുക്കപ്പോ ഇതിന്റെ അകത്ത് ഓരോ ഐറ്റംസ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് എടുത്ത് നമുക്ക് നോക്കാം എന്താണ് വരുമെന്നുള്ളത്. നമ്മുടെ വൈറ്റ് മോൾഡഡ് പാഡാണ്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ബാറ്റിംഗ് ഗ്രിപ്പ് ഉണ്ട്. ഒരു ക്രിക്കറ്റ് സ്പൈക്സ് ഉണ്ട്. അത് SGയുടെ ആണ്, ബ്രാൻഡ് SGയുടെ ആണ്. പിന്നെ നമുക്കൊരു തൈ പാഡ് ഉണ്ട്. തൈ പാഡ് നമുക്ക് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം വേറൊരു ബ്രാൻഡിന്റെയും കൂടി ഉണ്ട്. നമുക്ക് കാണിക്കാം. ഇതൊരു ബ്ലൂ കളർ, എനിക്ക് കളർ ഇഷ്ടപ്പെട്ടിട്ട് മേടിച്ചാണ്. Put it aside. ഇത് ആക്ച്വലി ടൈക്കയുടെ ഒരു ടെസ്റ്റ് ജേഴ്സിയാണ്. ഒരു ട്രൗസറും ഒരു വൈറ്റ് ടീഷർട്ടും. അത് നമുക്ക് സൈഡിൽ വെക്കാം. ഇത് കവറിൽ നിന്ന് ആക്ച്വലി പുറത്ത് പോയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ക്രിക്കറ്റ് ഗ്ലൗസിനുള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലൗസ് ആണ്. അതും നമുക്ക് സൈഡിലേക്ക് വെക്കാം. അത് ജസ്റ്റ് കവറിൽ നിന്ന് പുറത്ത് പോയതാണ്. ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. യെസ്. പിന്നെ ഒരു ക്രിക്കറ്റ് ക്യാപ്പ്. ഇത് 2 പ്രൊട്ടക്ഷൻ AP. ഇതെന്താ? യെസ്. ഇത് നമ്മള് ഹെൽമെറ്റിന്റെ അടിയിൽ തലയിൽ കെട്ടുന്ന ഐറ്റാണ്. പിന്നെ അതുപോലെ തന്നെ യെസ്, അത് 2 എണ്ണം ഉണ്ട്. അതും കവറിൽ നിന്ന് പുറത്താണ്. റൈറ്റ്. പിന്നെ നമുക്ക് ഇത് ആക്ച്വലി 80 ഗ്രാമിന്റെ പ്ലാസ്റ്റിക് ബോൾസ് ആണ്. ഇത് നമുക്ക് പ്രാക്ടീസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നല്ല വെയിറ്റ് ഉള്ള ബോളാണ്. നമുക്കിപ്പോൾ ഒരു ഇൻഡോറിലൊക്കെ കളിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. നല്ല ബോളാണ് കേട്ടോ. ഇതും ഒരു പ്രാക്ടീസ് ബോളാണ്. ലെതർ ബോളിൽ നമുക്ക് എവിടെയെങ്കിലും ടൈ ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് നമുക്കൊരു സ്ട്രേറ്റ് ഡ്രൈവും കവർ ഡ്രൈവും ഒക്കെ നമുക്ക് അടിക്കണമെന്ന് തോന്നി എനിക്ക് വെറുതെ ഇട്ട് അടിക്കാം. ഇത് ബാറ്റിന് വേണ്ടിയുള്ള മാസ്കിംഗ് ടൈപ്പ് ആണ്.
ഇതും മാസ്കിംഗ് ടൈപ്പ് തന്നെയാണ്. ഇതൊരു സൺഗ്ലാസ് ആണ്. സൺഗ്ലാസ് അത്യാവശ്യം നല്ലപോലെ കംപ്രസ് ചെയ്തിട്ട് തന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. കാര്യം ഇത് നല്ല വലിയ ക്രിക്കറ്റ് ബാഗാണ്. ഈ ഒരു സൈസിലേക്ക് അവര് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈസിലേക്ക് ആക്കാൻ വേണ്ടിട്ട് കേട്ടോ. ഇതിങ്ങോട്ട് വിടുന്ന സമയത്ത് നമ്മള് പല പ്രാവശ്യം പ്ലാൻ ചെയ്താണ്. ഇതിന്റെ വീൽസ് ഒക്കെ നമ്മള് അഴിക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ബിൽഡ് ക്വാളിറ്റിയാണ്, നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ അഴിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. പിന്നെ ഇതിന്റെ ബേസും അത്രയും സ്ട്രോങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാഗിൽ നമുക്ക് ചെറിയ മാർക്കൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിത് ഇവിടെ ഒരു ഇത്തിരി, അതെനിക്ക് വേണം അവര് ഫോൾഡ് ചെയ്തപ്പോ വന്നതായിരിക്കാം, ഫോൾഡ് ചെയ്ത് അവര് പ്രസ് ചെയ്തപ്പോ വന്നതായിരിക്കാം. ഇവിടെ നിന്ന് കുറച്ച് ആ പ്രിന്റിങ്ങിന്റെ അവിടെ നിന്ന് കുറച്ച് കളർ പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ മെയിൻ ലോഗോയുടെ ഒരു കളറും പ്രിന്റിങ്ങിലും ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് നമ്മുടെ ബാറ്റിന്റെ ഒരു ക്രിക്കറ്റ് ഗ്ലൗസ് ആണ്, ബാറ്റിംഗ് ഗ്ലൗസ് ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ. യെസ്, ഞാനത് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വീണ്ടും രണ്ട് ലെഗ് പാഡ്. ഇതും നമുക്ക് വരുന്നത് ഒരു കളേർഡ് ലെഗ് പാഡ് ആയതുകൊണ്ടിട്ട്, കളേർഡ് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണ്. ഇതും നമുക്ക് ഇവിടുന്ന് നമുക്ക് റിമൂവ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്, കംഫർട്ടബിൾ ആണ്. ഇത് ഇതെന്ത് സാധനം? ഇതെനിക്ക് തോന്നുന്നത് ഇത് അമ്മ അയച്ചെന്ന അവില് നനച്ചതാണ്. കൊള്ളാം. എന്തായാലും സൈഡ് ഇരിക്കട്ടെ, നമുക്ക് വീഡിയോ എടുത്ത് കഴിയുമ്പോൾ കഴിക്കാം. ഓക്കെ, ഇത് അറിയാലോ, നമുക്ക് ബാറ്റിലേക്ക് നമുക്ക് ഗ്രിപ്പ് ആഡ് ചെയ്യാനായിട്ടുള്ള സ്റ്റിക്കാണ്. ഇത് നോക്കട്ടെ. യെസ്, ഇത് ലെതർ ബോൾസ് ആണ് കേട്ടോ. ലെതർ ബോളിൽ നമുക്ക് വൈറ്റ് ലെതർ ബോൾ ആണ്. ഇതിനൊരു ഇച്ചിരി യെല്ലോ കളർ വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ലെതർ ബോളിന്റെ തന്നെ കളറാണെന്ന് തോന്നുന്നു. വീഡിയോയിൽ കാണിച്ചപ്പോ പ്യുവർ വൈറ്റ് ആയിരുന്നത്. ഓക്കെ, അപ്പോ അതും ഉണ്ട്, അത് നമുക്ക് സൈഡാക്കി വെക്കാം. ഇത് 6 ലെതർ ബോൾ ഉണ്ട് കേട്ടോ. ഇത് ബാറ്റ് മേടിച്ചപ്പോ ഫ്രീ ആയിട്ട് കിട്ടിയ ബോൾ. മൊത്തം കുറെ ബോളുകളുണ്ട്. ഇത് നമ്മുടെ ഹെൽമെറ്റ് ആണ്. അത്യാവശ്യം നല്ലൊരു ഹെൽമെറ്റ് ആണ്. നമുക്കിത് അസംബിൾ ചെയ്യാനുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വരുന്നത് മൂൺ വാക്കറിന്റെ തൈപ്പാഡ് ആണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തൈപ്പാഡ് ആണ് കേട്ടോ. ഞാനത് നേരത്തെ മേടിച്ചൊരു ബ്ലൂ, അത് ആക്ച്വലി കളർ കണ്ട് മേടിച്ചതാണ്. നമുക്ക് സേഫ്റ്റിക്ക് എപ്പോഴും നല്ലത് മൂൺ വാക്കറാണ് നല്ലത്. ഇത് നമുക്ക് ബാറ്റിനുള്ള കവറാണ്, അത് നമുക്ക് സൈഡിൽ വെക്കാം. പിന്നെ നമുക്ക് 2 ബാറ്റിംഗ് ലെതർ ഗ്രിപ്പും കൂടി ഉണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? യെസ്, ഇത് വരുന്നത്
നമ്മുടെ ആം ഗാർഡാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ബാഗ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ MRF VK18LE ലിമിറ്റഡ് എഡിഷൻ ബാഗാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് വന്നിട്ടുള്ള ഇത്രയും സാധനങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്തൊരു ബോക്സും കൂടി ഉണ്ട്, അതും കൂടി പൊട്ടിച്ച് നോക്കിയിട്ട് നമുക്ക് ഒരു ഓവറോൾ റിവ്യൂ നമുക്ക് പറയാം. അത്യാവശ്യം നല്ല പാക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ തോന്നിട്ടുള്ളത്. ഇത് ഒരു ബാറ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് അതും കൂടി നമുക്ക് ഇത് ആക്ച്വലി നമുക്ക് ഈ ഒരു ബാറ്റ് ഏകദേശം ഒരു 1 2 3 4 5 6 7 ഒരു 9 ഗ്രെയിൻസോടെ വരുന്ന ബാറ്റാണിത്. അത്യാവശ്യം നമുക്ക് മാസ്കിംഗ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു ഡക്ബൽ പ്രൊഫൈലാണ്. അത്യാവശ്യം നല്ലൊരു ബാലൻസ് ഉണ്ട്. യെസ്, നമുക്ക് ഈ ബാറ്റും കൂടി ഓപ്പൺ ചെയ്യാം. അടിപൊളി ബാറ്റ് കേട്ടോ. ഷോർട്ട് ഹാൻഡിൽ ബാറ്റാണ്. പ്രൊഫൈല് കാണാമല്ലോ നിങ്ങൾക്ക്. അതായത് അത്യാവശ്യം നല്ലൊരു ഡക്ബിൾ പ്രൊഫൈലാണ് വന്നിരിക്കുന്ന ബാറ്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസും നല്ല ഒരു അടിപൊളി ബാലൻസിലാണ് വരുന്നത്. ഏകദേശം 1130 ഗ്രാമാണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രെയിൻസ് വരുന്നത് ഏകദേശം 1 2 3 4 5 6 7 8 9 10 ഏകദേശം 10 ഗ്രെയിൻസോളം നമുക്ക് വിസിബിൾ ഗ്രെയിൻസോളം വരുന്നുണ്ട്. അത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് വിസിബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ബാറ്റാണ്. നമുക്കിപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്രിപ്പ് എല്ലാം ആഡ് ചെയ്യണം. ഈ ബാഗ് നമുക്കൊന്ന് സെറ്റ് ആക്കണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് 2 ബാറ്റും ഹെൽമെറ്റും ബാക്കി ആക്സസറീസ്. എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആക്സസറീസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ച് കളിച്ചാൽ മതി. ഇനി കളിക്കാനും കൂടി പഠിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. നമുക്ക് വന്നിട്ടുള്ളത് യുണൈറ്റഡ് SR ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനി ത്രൂ ആണ് നമ്മൾ ഈ ഒരു പാഴ്സൽ നമ്മൾ നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്തത്. നമ്മൾ കൊണ്ടേ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെച്ചിട്ട് അവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കളക്ഷൻ ഉള്ള ദിവസം അവർ വന്ന് കളക്ട് ചെയ്ത്
അവരുടെ തിരുവല്ലയിലാണ് എനിക്ക് തോന്നുന്നത് അവരുടെ വെയർ ഹൗസ് വരുന്നത്. ആ വെയർ ഹൗസിൽ കൊണ്ടുപോയി അവർ ഇതുപോലെ നല്ല പ്രോപ്പറായിട്ട് പാക്ക് ചെയ്തിട്ട് നമുക്ക് അയക്കും. എനിക്ക് ആക്ച്വലി ചെറിയൊരു കൺസേൺ മാത്രം ഉള്ളത്, ബാഗ് നമുക്ക് വന്നതിൻ്റെ അകത്ത് ചെറിയ കുറച്ച് അത്യാവശ്യം നല്ല പുതിയ ബാഗാണ്, പക്ഷെ അതിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അഴുക്കുണ്ട്. അപ്പോൾ അഴുക്ക് മാത്രമല്ല, അതിൻ്റെ പ്രിന്റിങ്ങിൽ ചെറുതായിട്ട് ഒരു പ്രിന്റും പോയിട്ടുണ്ട്. അത് സാരമില്ല, അത് ക്ഷമിക്കാം. അപ്പോൾ ബാക്കി എല്ലാ ഐറ്റവും നമുക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ എത്തിയിട്ടുണ്ട്. ബാറ്റൊക്കെ നമുക്ക് ഒരു ഡാമേജും കൂടാതെ, ബാറ്റ് മാത്രമല്ല നമുക്ക് വേറെ ഒരു ഐറ്റംസ്, അവർക്ക് ഏറ്റവും റിസ്കി ആയിട്ടുള്ള സംഭവം ഇതായിരുന്നു, പാഡായിരുന്നു. പാഡ് അവർക്ക് ഒരു രീതിയിലും ഫോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അപ്പോൾ അത് വളരെ പാടുപെട്ടിട്ടാണ് അവരത് കംപ്രസ് ചെയ്ത് പാക്ക് ചെയ്തത്. അപ്പോൾ അതെല്ലാം അതിന്റെ വീഡിയോസ് എല്ലാം അവർ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും താങ്ക്സ് ടു യുണൈറ്റഡ് SR ഫോർ ദിസ് ഡെലിവറി. അപ്പോൾ യുണൈറ്റഡ് SRന്റെ നമ്പർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഐറ്റം സേഫ് ആയിട്ട് അവരുടെ കയ്യിൽ കൊടുത്തുവിടാം. അവര് അടിപൊളിയായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചോളും. ഓൾ ഓവർ UK എനിക്ക് തോന്നുന്നു UK മാത്രമല്ല, കാനഡയും ഓസ്ട്രേലിയയൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി അവരുടെ ഒരു പരസ്യമല്ല, അവർക്ക് കൊടുക്കുന്ന ഒരു ഗുഡ് റിവ്യൂ ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ ചോദിക്കുക. ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മാക്സിമം പറ്റുന്ന രീതിയിലുള്ള, ഇതെല്ലാം പല സ്ഥലത്തു നിന്നാണ് കളക്ട് ചെയ്തത്. അപ്പോൾ അത് കാരണം അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എനിക്ക് ഇടാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എനിക്ക് തരാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.